ഇപ്പൊ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയ കഴിഞ്ഞ ക്ലാസ്സില് എക്സൈസ് 6.2 3 ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? യെസ്. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് അഡിഷൻ ഇൻ എക്സ്പാൻഡഡ് ഫോം. എന്താ? അഡിഷൻ ഇൻ എക്സ്പാൻഡഡ് ഫോം. എന്താ എക്സ്പാൻഡഡ് ഫോം എന്ന് വെച്ചാൽ അറിയോ? എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കേട്ടിട്ടുണ്ടോ? എക്സ്പാൻഡഡ്, എക്സ്പാൻഡ്. എക്സ്പാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? വികസിപ്പിക്കുക. നിങ്ങൾക്കൊരു ബലൂൺ കിട്ടിയാല് അതെങ്ങനെ ഉണ്ടാവും? ചെറുതല്ലേ ഉണ്ടാവുക അല്ലേ? നിങ്ങൾ അതിൽ ഊതിയാലോ അത് എക്സ്പാൻഡ് ചെയ്യും, വികസിക്കും. അപ്പൊ ചെറുതിനെ വലിയതാക്കി പറയുന്നതിനാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്ന് പറയാം, എക്സ്പാൻഡഡ് ഫോം എന്ന് പറയാം. നിങ്ങള് ആദ്യ നമ്പേഴ്സ് പഠിച്ച സമയത്ത് 10 കഴിഞ്ഞിട്ട് 11 പറയുമ്പോ ഒരു 10ഉം ഒരു 1ഉം എന്ന് പറഞ്ഞില്ലേ? ഓർമ്മയുണ്ടോ? 11 എന്ന് പറയുന്ന നമ്പറിനെ 1 10 പ്ലസ് 1 1 എന്ന് പറഞ്ഞു ഇല്ലേ? 12നെ 1 10 പ്ലസ് 2 1s എന്ന് പറഞ്ഞു. ഓർമ്മയുണ്ടോ? 13നെ 1 10 പ്ലസ് 3 1s എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 10ഉം 3 1സും കൂടിയതാണ് 13, അല്ലെങ്കിൽ 1 10ഉം 4 1സും കൂടിയതാണ് 14. പഠിച്ചത് ഓർമ്മയുണ്ടോ? അങ്ങനെ നമ്പേഴ്സിനെ ഈ ഒരു രീതിയിൽ പറയുന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പാൻഡഡ് ഫോം. അപ്പൊ 12നെ എന്ത് പറയാം നമുക്ക്? 1 10 ആൻഡ് 2 1s പറയാൻ പറ്റുമല്ലോ അല്ലേ? അപ്പോ നമ്മള് എക്സ്പാൻഡഡ് ഫോമിൽ ആഡ് ചെയ്യുന്ന സമയത്ത് തന്നിരിക്കുന്ന നമ്പേഴ്സിനെ എന്ത് ചെയ്യാം? എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക. 2 നമ്പേഴ്സിലെ നമ്മൾ ആഡ് ചെയ്യുന്നേ, 2 നമ്പേഴ്സിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതുക. എക്സ്പാൻഡഡ് ഫോം എന്ന് പറഞ്ഞാല് നമ്പേഴ്സിനെ 10സും 1സും ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് എഴുതുന്നതിനെയാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. അത് നിങ്ങൾ മുന്നേ പഠിച്ചത് കൊണ്ടാണ് മിസ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. പേജ് നമ്പർ 80 എടുത്തോ എല്ലാരും? പേജ് നമ്പർ 80 കണ്ടോ? സെക്കൻഡ് ചാപ്റ്ററോ തേർഡ് ചാപ്റ്ററോ ആണ്? തേർഡ് ചാപ്റ്റർ അല്ല, സെക്കൻഡ് ചാപ്റ്റർ. സോറി, ഫോർത്ത് ചാപ്റ്റർ. 2 ഡിജിറ്റ് നമ്പേഴ്സിലെ പേജ് നമ്പർ 80. അതിനകത്ത് കണ്ടോ എക്സ്പാൻഡഡ് ഫോം ഓഫ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കോളംസ് കൊടുത്തിരിക്കുന്നുണ്ടോ? കണ്ടോ? നമ്പേഴ്സിനെ ആ ഒരു സ്റ്റൈൽ, ആ ഒരു രീതിയിൽ എഴുതുന്നതിനെയാണ് എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. അവിടെ കണ്ടില്ലേ 11 എന്ന് പറയുന്നത് 11 മീൻസ് 1 10 ആൻഡ് 1 1. 12 മീൻസ് 1 10 ആൻഡ് 2 1s. ആ കോളം ഫിൽ ചെയ്തത് ഓർമ്മയുണ്ടോ? അബാക്കസിലെ ബീഡ്സിന്റെ എണ്ണം നോക്കിയിട്ട്. അപ്പൊ അതാണ് എക്സ്പാൻഡഡ് ഫോം. ഇനി നമ്മള് come to page number 112, addition in expanded form. നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എടുത്തേ. ഇപ്പൊ എക്സ്പാൻഡഡ് ഫോം എല്ലാവർക്കും ഓർമ്മ വന്നല്ലോ? ഓർമ്മ വന്നില്ലേ? ഓക്കെ. അപ്പൊ നമ്മള് എക്സ്പാൻഡഡ് ഫോമിൽ ആഡ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നും. എങ്ങനെ ആഡ് ചെയ്യാം? എങ്ങനെ ആഡ് ചെയ്യാം? 2 നമ്പേഴ്സിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും. 10സും 1സും ആയിട്ട് ഡിവൈഡ് ചെയ്ത് ആദ്യം എഴുതും. എന്നിട്ട് ആദ്യം എന്ത് ചെയ്യും?
ആ രണ്ട് നമ്പേഴ്സിന്റെയും വൺസിനെ നമ്മൾ ആഡ് ചെയ്യും. ലിസൺ, ആദ്യം എന്താ ആഡ് ചെയ്യണ്ടേ? വൺസിനെ ആഡ് ചെയ്യാം. അതിനുശേഷം ആഫ്റ്റർ ദാറ്റ് ആഡ് ദ ടെൻസ്. വൺസ് ആഡ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം? ടെൻസ് ആഡ് ചെയ്യാം. അവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടോ? 12 പ്ലസ് 2. അതിനെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി. 12നെ എങ്ങനെ എഴുതാം? 1, 10 and 2 ones. ടെക്സ്റ്റിൽ കണ്ടോ? എഴുതിയിരിക്കുന്നത് കണ്ടോ? 1, 10 and 2 ones എഴുതിയിരിക്കുന്നത് കണ്ടോ? പിന്നെ 12നോട് നമ്മൾ എത്ര ആഡ് ചെയ്യുന്നേ? 2 അല്ലേ? 2 എന്ന് പറയുന്നത് 2 ones മാത്രമേ ഉള്ളൂ. 2ൽ വേറെ ടെൻസ് വരുന്നില്ലല്ലോ. സോ 2 എങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതാം? 0 tens and 2 ones. 2ൽ ടെൻസ് ഒന്നുമില്ല, അതുകൊണ്ട് 0 tens. എത്ര വൺസ് ഉണ്ട്? 2 ones ഉണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാ? ആ വൺസിന്റെ നമ്പേഴ്സ് ഡിജിറ്റ്സ് ഒക്കെ ആഡ് ചെയ്യും. 12ൽ 2 ones ഉണ്ട്, 2ൽ 2 ones ഉണ്ട്. ആ രണ്ട് 2 onesഉം കൂടി ആഡ് ചെയ്താൽ എത്ര വൺസ് കിട്ടി? 4 ones കിട്ടി. 4 onesന് കിട്ടി. ഇനി ടെൻസ് ആഡ് ചെയ്യാം. 12ൽ 1 10 ഉണ്ട്, 2ൽ 0 10 ഉണ്ട്. 1ഉം 0ഉം ആഡ് ചെയ്താൽ 1 10 ആൻസർ കിട്ടും. 1 10ഉം 0 10ഉം ആഡ് ചെയ്താൽ 1 10 കിട്ടും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 1 10 and 4 ones അല്ലേ? 1 10 and 4 ones കിട്ടി. 1 10 and 4 ones പറഞ്ഞാൽ എത്ര നമ്പർ വരുന്നേ? It is 14. 1 4. That means 12 plus 2 is equal to 14. 12 plus 2 is equal to 14. തൊട്ട് താഴെയുള്ള എക്സാമ്പിൾ നോക്കിയേ. 15 plus 13. 15 plus 13. 15നെ നമ്മൾ എക്സ്പാൻഡഡ് ഫോമിൽ എങ്ങനെ എഴുതും? 1 10 and 5 ones. 1 10 and 5 ones. 15 എന്ന് പറയുന്നത് 1 10ഉം 5 onesഉം അല്ലേ? അല്ലേ? കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. 100 വരെയുള്ള നമ്പേഴ്സിനെ എക്സ്പാൻഡഡ് ഫോമിൽ എഴുതാൻ നിങ്ങൾ പഠിച്ചതാണ്. ഓരോ പേജിലും ഓരോ നമ്പേഴ്സ് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ടുണ്ട്. അത് നോക്കി പഠിച്ചതല്ലേ? 199 വരെയുള്ളത്. യെസ്. 15 എന്ന് പറയുന്നത് 1 10 and 5 ones. ഒരു 10ഉം 5 onesഉം കൂടിയതാണ് 15. 13ഓ? ഒരു 10ഉം 3 ones. 1 10 and 3 ones അല്ലേ? അപ്പൊ അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? 15 എന്ത് എഴുതി? 15 നേരെ ഒരു ആരോ ഇട്ടിട്ട് 1 10 and 5 ones എഴുതിയിട്ടുണ്ട്. എല്ലാരും ടെക്സ്റ്റിൽ നോക്കണേ. ടെക്സ്റ്റിലുള്ള കാര്യം മിസ് പറഞ്ഞു തരുമ്പോ എല്ലാരും ടെക്സ്റ്റിൽ തന്നെ നോക്കണേ. ഇവിടെ എല്ലാരും ഫോണിൽ നോക്കിയിരിക്കാം. ഞാൻ കാണുന്നുണ്ട് എല്ലാരെ. ഫോണിൽ നോക്കിയിരുന്നാ നിങ്ങൾക്ക് എങ്ങനെയാ മിസ് പറയുന്ന മനസ്സിലാവുക? ഓക്കെ. അപ്പൊ 15 നേരെ ഒരു ആരോ ഇട്ടിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ? 1 10 and 5 ones. തൊട്ട് താഴെ പ്ലസ് 13. 13 നേരെ ഒരു ആരോ ഇട്ടിട്ട് കണ്ടോ? 1 10 and 3 ones എഴുതിയിരിക്കുന്നത് കണ്ടോ? കണ്ടോ? ഇനി എന്ത് ചെയ്യാ? ഇനി വൺസ് എല്ലാം ആഡ് ചെയ്യണം. രണ്ട് നമ്പറിലെയും വൺസ് തമ്മിൽ ആഡ് ചെയ്യാം. എത്രയാ? 5 onesഉം 3 onesഉം ആഡ് ചെയ്താലോ? 5ഉം 3ഉം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 5 plus 3. ഒന്ന് എണ്ണി നോക്കിയേ. 1 2 3 4 5 6 7 8. എത്ര? 5ഉം 3ഉം ആഡ് ചെയ്താൽ 8 എന്ന് കിട്ടി. അപ്പോ അതിന് തൊട്ട് താഴെ 8 ones എഴുതിയിട്ടുണ്ട്. ഈ വൺസ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം?
we are going to add the tens. Tens add ചെയ്യാം. രണ്ട് നമ്പേഴ്സിലും എത്ര ടെൻസ് ഉണ്ട്? 15 ഒരു 10 ഉണ്ട്, 30 ഒരു 10 ഉണ്ട്. അപ്പോൾ 1 10 plus 1 10, 2 tens. അപ്പൊ ആൻസർ എത്ര കിട്ടി? 2 tens and 8 ones. 2 tens and 8 ones എന്ന് പറഞ്ഞാൽ എത്രയാ നമ്പർ? 2 tens എന്ന് പറഞ്ഞാൽ 20. 2 tens എന്ന് പറഞ്ഞാൽ 20. അതിനോടുകൂടി 8 ones ആഡ് ചെയ്താൽ എത്ര കിട്ടും? 28. അപ്പോ 15 plus 13 എത്രയാ? 28. ഇപ്പൊ മനസ്സിലായോ എക്സ്പാൻഡഡ് ഫോമിൽ എങ്ങനെ ആഡ് ചെയ്യുന്നതെന്ന്? മനസ്സിലായോ? ഇനി അതിന് തൊട്ട് താഴെ എക്സൈസ് 6.3 കണ്ടോ? ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിന് തൊട്ട് താഴെ കണ്ടോ? ആഡ് ദ ഫോളോയിങ് ഇൻ ദി എക്സ്പാൻഡഡ് ഫോം. ഇപ്പൊ നമ്മൾ നോക്കിയ എക്സാമ്പിൾ പോലെ തന്നെ കുറെ നമ്പേഴ്സ് അവിടെ ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടുപിടിച്ച് നോക്കിയാലോ? കണ്ടുപിടിച്ച് നോക്കാം. റെഡിയാണോ? യെസ്, ഓക്കെ. ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ 20 plus 5 ഒരു എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. 20നെ നമുക്ക് എങ്ങനെ എഴുതാം? 20 means 2 tens and 0 ones. 20 എന്ന് പറയുന്നത് 2 tens മാത്രമേ ഉള്ളൂ. 20ൽ ones ഒന്നും വരുന്നില്ലല്ലോ. സോ 20 is 2 tens and 0 ones. ഇനി 5 ആണെങ്കിലോ 5ന് tens ഒന്നും വരുന്നില്ല. 5 ones മാത്രമേ ഉള്ളൂ. സോ 5 is 0 tens and 5 ones. Then we first add the ones. Ones add ചെയ്താൽ 0 ones plus 5 ones എത്ര കിട്ടും? 5 ones. ആ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റില്. 0 plus 5, 5 ones. ഇനി എന്താ ആഡ് ചെയ്യണ്ടേ? ടെൻസ് ആഡ് ചെയ്യണം. ടെൻസ് ആഡ് ചെയ്യുമ്പോൾ 2 tensഉം 0 tensഉം ആഡ് ചെയ്യണം. 2 plus 0, 2. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 2 tens and 5 ones. എത്രയാ? 25. 2 tens എന്ന് പറഞ്ഞാൽ 20, അതിനോട് കൂടി 5 ones ആഡ് ചെയ്താൽ 25. Then next പേജിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ കണ്ടോ? 16 plus 11. 16 plus 11. 16 നമുക്ക് എങ്ങനെ എഴുതാം? 16 എങ്ങനെ എഴുതാം? പറഞ്ഞുതരാം, നിങ്ങൾ നോക്കി എഴുതിക്കോ. Listen all of you. Biona, എന്തിനാ സ്ക്രീനിൽ ടച്ച് ചെയ്യുന്നേ? Sixteen plus 16 plus 11. 16 plus 11. 16 നമുക്ക് എങ്ങനെ എഴുതാം? 1 10 and 6 ones. 1 10 and 6 ones. ഇനി 11 നമ്മൾ എങ്ങനെ എഴുതും? 11 നമ്മൾ എങ്ങനെ എഴുതും?
1 10 and 1 1. 11 നമ്മൾ എങ്ങനെ എഴുതി? 16 സോറി 1 10 and 1 1 എന്ന് എഴുതി. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം അല്ലേ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വൺസിന്റെ പ്ലേസിലുള്ള നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യണം അല്ലെ? വൺസിന്റെ പ്ലേസിലല്ലേ ഫസ്റ്റ് ആഡ് ചെയ്യണ്ടേ? വൺസിന്റെ പ്ലേസിൽ ആദ്യം ആഡ് ചെയ്താൽ എത്ര കിട്ടും? 6 വൺസും 1 1ഉം കൂടിയാൽ എത്ര കിട്ടുക? 7 വൺസ് 7 വൺസ് കിട്ടും. ഇനി ടെൻസിന്റെ പ്ലേസിലുള്ളത് ആഡ് ചെയ്താലോ? 1 10 and 1 10 2 tens. 2 tens കിട്ടി. അപ്പൊ ആൻസർ എത്രയാ? 2 tens and 7 ones. ശരിക്കുള്ള ആൻസർ എത്രയാ? 2 tens and 7 ones എന്ന് പറഞ്ഞാൽ എത്രയാ കിട്ടുന്നേ? 2 tens means 20. 20 plus 7 27. So 16 plus 11 is equal to 27. എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായോ? ഇത് എഴുതിയോ എല്ലാവരും ടെക്സ്റ്റില്? എഴുതിയോ? ഇനി അടുത്ത മൂന്നാമത്തത് അതേപോലെ ഒന്ന് എഴുതിയേ. മൂന്നാമത്തത് അതേപോലെ ഒന്ന് എഴുതി നോക്കിയേ. തേർഡ് വണ്ണിന്റെ ആൻസർ 15 നമുക്ക് എങ്ങനെ എഴുതാം? എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. മിസ് പറയുന്ന ആൻസർ നിങ്ങൾ എഴുതിയത് പോലെ തന്നെയാണോ നോക്കാം. 15 നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതും? 1 10 and 5 ones. അങ്ങനെയാണോ എഴുതിയേ? 1 10s and 5 ones ആണോ എഴുതിയേ? Then 10 എങ്ങനെ എഴുതാം? 1 10 and 0 ones. 10ൽ ഒരു 10 മാത്രമേ ഉള്ളൂ, വൺസ് ഒന്നുമില്ല. സോ 1 10 and 0 ones. അപ്പൊ അത് രണ്ട് ആഡ് ചെയ്താൽ എങ്ങനെ കിട്ടും? 2 10s and 5 ones. That is 25. 25 ആണ് ആൻസർ കിട്ടിയത്. 15 plus 10 25 ആണ് കിട്ടിയത്. Okay, then fourth one 12 plus 14. 12 plus 14 ഒന്ന് എഴുതി നോക്കിയേ. 4ഉം 5ഉം 6ഉം എഴുതിക്കോ. എല്ലാം എഴുതി കഴിഞ്ഞിട്ട് ആൻസർ പറഞ്ഞുതരാം. ഏകദേശം എല്ലാവരും എഴുതി കഴിഞ്ഞു തോന്നുന്നു. മിസ് ആൻസർ പറയാണേ. ഫോർത്ത് വൺ 12 plus 14. 12നെ നമ്മൾ എങ്ങനെ എഴുതും? 1 10 and 2 ones. 14നെ 1 10 and 4 ones. അപ്പൊ ടോട്ടൽ 2 10s-ഉം 6 ones-ഉം കിട്ടി അല്ലേ? 2 10s-ഉം 6 ones-ഉം പറഞ്ഞാല് 26. അപ്പൊ ഫോർത്ത് വണ്ണിന്റെ ആൻസർ 26. ഫിഫ്ത്ത് വൺ 11 plus 7. എല്ലാരും നോക്കുന്നുണ്ടോ എഴുതിയത് കറക്റ്റ് ആണോന്ന്? നോക്കുന്നുണ്ടോ? 11 plus 7 1 10 and 1 1. 11നെ നമ്മൾ എങ്ങനെ എഴുതും? 1 10 and 1 1. 7നെ എങ്ങനെ എഴുതും? 0 10 and 7 1. 0 10 and 7 1. അപ്പൊ നമ്മൾ ആഡ് ചെയ്താല് വൺസിന്റെ പ്ലേസിൽ 8 ones,
ടെൻസിന്റെ പ്ലേസിൽ 110. അപ്പൊ 1 10 8 ones എന്ന് പറഞ്ഞാൽ 18. So 11 plus 7 is equal to 18. Last one 17 plus 2. 17 എങ്ങനെ എഴുതാം? 1 10 and 7 ones. 1 10 and 7 ones. 2 എങ്ങനെ എഴുതാം? 0 10 and 2 ones. Ones add ചെയ്യുമ്പോൾ 7 plus 2 9 ones എന്ന് കിട്ടും. Ones add ചെയ്താൽ 1 plus 0 1 1 എന്ന് കിട്ടും. സോറി 1 10 എന്ന് കിട്ടും. 1 10 and 9 ones എന്ന് പറഞ്ഞാൽ 19. So 17 plus 2 is equal to 19. അപ്പൊ നിങ്ങൾക്ക് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതിയിട്ട് ആഡ് ചെയ്യാൻ മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായോ? അപ്പോ അഡീഷന്റെ ചാപ്റ്റർ നമുക്ക് തീരാറായി. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് അഡീഷൻ മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൂടി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ തീർന്നു. അത് കഴിഞ്ഞിട്ട് മിസ് ഒരു എക്സാം വെക്കട്ടെ. അഡീഷന്റെ ചാപ്റ്ററിന്റെ ഒരു എക്സാം വെക്കട്ടെ. ഈ അടുത്ത ക്ലാസ് കൊണ്ട് സാറ്റർഡേ കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ തീരും. സാറ്റർഡേ ഒരു ക്ലാസ് കൂടി കിട്ടിയാൽ ഈ ചാപ്റ്റർ തീരും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ട്യൂസ്ഡേ ഈ ചാപ്റ്ററിന്റെ ഒരു എക്സാം ഉണ്ട്. റെഡിയാണോ? നെക്സ്റ്റ് ട്യൂസ്ഡേ എങ്ങനെയാ എക്സാം എന്ന് വെച്ചാല് നിങ്ങൾക്ക് ക്ലാസ് ടൈമില് ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞു തരും. ക്ലാസ് ടൈമിൽ നിങ്ങൾ ബുക്കൊക്കെ മാറ്റി വെച്ചിട്ട് എക്സാം എഴുതുക. എക്സാം എഴുതിയിട്ട് അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തരാം. അങ്ങനെ പോരെ? കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ. അതൊരു അരമണിക്കൂർ എഴുതാനേ ഉണ്ടാവുള്ളൂ. അപ്പൊ ക്ലാസ് ടൈമിൽ തന്നെ നമുക്ക് എക്സാം നടത്താം. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കുക കേട്ടോ. അടുത്ത ട്യൂസ്ഡേ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ചാപ്റ്റർ മാത്രം മതി. അഡീഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ, 6ാമത്തെ ചാപ്റ്റർ. ഓക്കെ, ബി പ്രിപ്പയർ ഫോർ ദാറ്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം കേട്ടോ. ബൈ. അടുത്ത ക്ലാസ്സിൽ കാണാം.